അല്ല, ഞാൻ അതിനു മുമ്പ് ഹസ്കർ പറഞ്ഞ 3 കാര്യങ്ങളിലുള്ള ഒരു വിയോജിപ്പും, ഹസ്കറിന് അടുത്ത സമയം കിട്ടുമ്പോൾ ഞാൻ 2 മിനിറ്റും കൊണ്ട് അവസാനിപ്പിക്കാം. അത് ഹസ്കർ അതിന്റെ വിശദീകരണം കൂടെ തരണം. ഹസ്കർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ നവകേരള സദസ്സിന് സംസ്ഥാന ഖജനാവിന്റെ 1 രൂപ പോലും ചെലവില്ല എന്നുള്ളതാണ്. ഒരു നവകേരള സദസ്സിന് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെ, അതാണ് ചെലവ്. ഇനി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഹസ്കറിന്റെ നിരീക്ഷണത്തിൽ ചെലവ് അത്രയില്ല. ഈ പണം എവിടുന്നാ ഹസ്കറെ വന്നിരിക്കുന്നത്? ഹസ്കർ എത്ര രൂപ കൊടുത്തിരിക്കുന്നു? ഞങ്ങൾ കഴിഞ്ഞ 30 ദിവസമായി ഗവൺമെന്റിനോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഈ പണം ഇത് എവിടുന്ന്, ഇത് ആരാണ് തന്നിരിക്കുന്നത്? ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, നമുക്കും തർക്കമില്ല. ഇപ്പോ ഹസ്കർ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ഇതിന് മുതൽ മുടക്കില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ മുതൽ മുടക്ക്? ഇത് ആരാണ് തന്നിരിക്കുന്നത്? അപ്പൊ ഹസ്കർ പറയുകയാണ്, ഞാൻ എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ കൊടുത്ത ആളുകളുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പി സിക്കും അതുപോലെ തന്നെ പിന്നെ സന്ദീപിനും ഞങ്ങൾക്ക് വേറൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് പിന്നെ ക്ലാരിഫിക്കേഷൻ ആയി. അപ്പോൾ ഇതിന്റെ പണം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഒന്ന്. 2, അങ്ങ് പറയുന്നത് അടുത്ത 25 കൊല്ലത്തേക്ക് കേരളം എങ്ങനെയാകുമെന്ന് ജനങ്ങളുമായി സംവദിക്കുന്നു എന്നുള്ളതാണ്. ഈ ഏത് ജനവുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംവദിച്ചത്? ഞാൻ അദ്ദേഹത്തിന്റെ യാത്ര വന്നത് നെടുങ്കണ്ടത്താണ്. നെടുങ്കണ്ടത്ത് ഞങ്ങൾ ദൂരെ മാറി നിന്നാണ് കണ്ടത്. കാരണം അടുത്തോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവിടെ പറഞ്ഞ പോലെ 1000 ആളുടെ ഇടയിലൂടെ 2 പേര് പോയി കഴിഞ്ഞാൽ ആക്രമിക്കുന്ന ഒരു മാനസിക ഭാവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെ മാറി. അതെ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഒരു ജനവുമായിട്ട് അവിടെ സംവദിക്കുന്നത്, സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് സംസാരിക്കുന്നു, അതിന് എന്താ പറയുക, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ആ മറുപടി പറയുക. ഇതങ്ങനെ ഇല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെയാണോ നിങ്ങൾ സംവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ രാവിലെ ഒരു 10-200 ആളുകൾ പൗരപ്രമുഖരായിട്ട് വരുന്നതാണ്? അത് പാറമടക്കാരനുണ്ട്, മണൽ ലോബിയുണ്ട്, മദ്യമാഫിയ ഉണ്ട്, സ്വർണ്ണക്കടക്കാരനുണ്ട്, ഇങ്ങനെ കുറെ ആളുകൾ. അവിടെ ചുമട്ടുതൊഴിലാളിയെ നമ്മൾ കണ്ടില്ല, കല്ല് പൊട്ടിക്കുന്നവനെ നമ്മൾ കണ്ടില്ല, പാറമടയിൽ പണിയെടുക്കുന്നവനെ നമ്മൾ കണ്ടില്ല, അവിടെ കള്ളുഷാപ്പിലെ തൊഴിലാളികളെ ആരെയും നമ്മൾ കണ്ടില്ല, PDA തൊഴിലാളിയെ ആരെയും കണ്ടില്ല. പൗരപ്രമുഖരെ മാത്രമാണ് കണ്ടത്. കുറച്ച് പുരോഹിതന്മാരെ കണ്ടു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടു. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ പുറത്താക്കിയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിന് പാര വെച്ചിട്ട് പോയ ആളുകളോ അങ്ങനെ കുറെ ആളുകളെ ഒക്കെ കണ്ടു. ഇവർ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ഒരു കുത്തൊഴുക്കായിരിക്കുമെന്നാണ്. ഏറ്റവും അവസാനം നമ്മൾ കുത്തൊഴുകി കണ്ടത് നെടുമങ്ങാട് നിന്നുള്ള ഒരു മുനിസിപ്പൽ കൗൺസിൽ. കോൺഗ്രസിന് കാക്കത്തൊള്ളായിരം മുനിസിപ്പൽ കൗൺസിലർമാരും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ജില്ലയിൽ തന്നെ 500-500-ലധികം DCC മെമ്പർമാരുമുണ്ട്. ഇന്നലത്തെ ടിവിയിലെ പ്രധാനപ്പെട്ട വാർത്ത ബിനു എന്ന് പറയുന്ന നെടുമങ്ങാട്ടെ ഒരു കൗൺസിലർ ചെന്നുള്ളതാണല്ലോ വാർത്തയായിട്ട് വന്ന്. പിന്നെ ആകെ പോയത് 3 കൊല്ലം മുമ്പ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ AV ഗോപിനാഥും പത്തനംതിട്ടയിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തും പുറത്താക്കി നിർത്തിയിരിക്കുന്ന ബാബു ജോർജ്, ഈ 3 ആളുകളാണ് കോൺഗ്രസിൽ നിന്ന് പോയത്. മുസ്ലിം ലീഗിൽ നിന്ന് ഒരു അബുബേക്കർ ആ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലാണെന്ന് അബുബേക്കറാണ് പറഞ്ഞത്. പാർട്ടി പറഞ്ഞ അങ്ങനെ ഒരു സംസ്ഥാന കൗൺസിൽ ഞങ്ങൾക്കില്ല. ആരാണ് വന്നത്? അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത്, ഏത് ജനങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി സംവാദിച്ചത് അടുത്ത 25 കൊല്ലക്കാലത്തേക്ക്? ഇപ്പം നെടുങ്കണ്ടത്ത് ഞങ്ങൾക്കൊരു താല്പര്യമുണ്ടായിരുന്നു, കല്ലാർ അണക്കെട്ട്, അവിടെ അതിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തി ടൂറിസം ഉണ്ടാക്കണം, ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് അമ്യൂണിറ്റീസ്, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അത് അവിടുത്തെ ആളുകളുടെ ഒരു അഭിപ്രായമായിരുന്നു. ഒരാളുമായിട്ടും സംവദിക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പിന്നെ നിങ്ങൾ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു. 3, ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞത്, ഞങ്ങൾ സമരം അപ്രതീക്ഷിതമായിട്ടെന്ന് പറഞ്ഞാൽ മുമ്പ് പ്രഖ്യാപിക്കാതെ കരിങ്കൊടിയുമായിട്ട്. ഞാൻ ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. കഴിഞ്ഞ 16-ാം തീയതി രാത്രിയുടെ 1-ാം യാമത്തിൽ കേരളത്തിന്റെ ഗവർണറുമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ നിൽക്കട്ടെ, ആ ഗവർണർ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പേട്ടയിൽ വെച്ച് ഉൾപ്പെടെ 3 സ്ഥലത്ത് കരിങ്കൊടിയുമായിട്ട് അദ്ദേഹത്തിന്റെ കാറിന് മുമ്പിലേക്ക് എടുത്തു ചാടിയ SFI-കാരൻ എവിടെ പത്രസമ്മേളനം നടത്തി, ആരോട് വിളിച്ചു പറഞ്ഞ്, ഏത് TV ചാനലിന് അഭിമുഖം കൊടുത്തിട്ടാണ് എടുത്തു ചാടിയത് എന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ മതി. ഇനി എന്റെ അറിവ് കുറവാണെങ്കിൽ അവര് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അന്ന് 4 മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് വൈകിട്ട് ഗവർണർ പോകുമ്പോൾ ഞങ്ങൾ 3 കരിങ്കൊടിയുമായിട്ട് തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് എങ്കിൽ, ഞാൻ അറിഞ്ഞില്ല എങ്കിൽ ഞാൻ അതിന് ക്ഷമാപണം പറഞ്ഞോളാം. അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടോ? അപ്പോ SFI-കാരൻ ഗവർണറുടെ കാറിന് മുമ്പിലേക്ക് ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമരം പുരോഗമനം, ജനാധിപത്യപരം, അത് ആഗോളവൽക്കരണത്തിനെതിരെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം. ഇവിടെ KSU-കാരെങ്കിലും ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണല്ലോ പ്ലെയിനകത്ത്, എയറോപ്ലെയിനകത്ത്, വിമാനത്തിനകത്ത് പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിച്ച 3 ചെറുപ്പക്കാരെ, അവരെ വധശ്രമത്തിനെതിരെ ഈ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ആളായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ 3 അപ്പൊ ഞാൻ ചോദിച്ചത്, ആരുമായിട്ട് മുഖ്യമന്ത്രി സംവദിച്ചു? ഈ പണം എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഏത് ജനങ്ങളുടെ അഭിപ്രായമാണ് കേട്ടത്? അതാണ് ഞാൻ 3 ചോദ്യങ്ങൾ അങ്ങയോട് ചോദിച്ച ഒരു കാര്യം. ഇനി അടുത്ത കേരളത്തിന്റെ പരിച്ഛേദം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയോട് വളരെ വേഗം, സമയക്കുറവുണ്ട്.
ഒരു മിനിറ്റ് കൂടെ എനിക്ക് തന്നേച്ചാൽ മതി. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഹസ്കറോട് പറയാം. ഹസ്കറെ, 2 ലക്ഷം ആളുകളുടെ വണ്ടിയുടെ RC ബുക്ക്, പുതിയ വാഹനം മേടിച്ച ആളുകൾക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? RC ബുക്ക് അടിക്കാനുള്ള പേപ്പർ മേടിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല. 18 വയസ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുതായിട്ട് എടുത്തിരിക്കുന്ന 50,000 ആളുകൾ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. കാരണം ഈ ഡ്രൈവിംഗ് ലൈസൻസ് അടിക്കാനുള്ള പേപ്പർ മേടിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല. കേരളം എത്തി നിൽക്കുന്നതാണ്. പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം 10 കിലോമീറ്ററിൽ കൂടുതൽ പോലീസ് വാഹനം ഓടാൻ പാടില്ല, ഇന്ധനം അടിക്കാൻ കാശില്ല. മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കാതെ നടന്നെത്താവുന്ന ദൂരത്തിൽ പോയുള്ള പരിശോധന നടത്തിയാൽ മതി, കൊടുക്കാൻ പണമില്ല. 123 കോടി രൂപ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത സ്കൂളുകൾക്ക് കൊടുക്കാനില്ല. ഹെഡ് മാസ്റ്റർ ആകാൻ ഇപ്പോൾ ഒരാളും തയ്യാറല്ല. ഒരാൾ ഹെഡ് മാസ്റ്ററായി പിരിഞ്ഞു പോയാൽ അടുത്ത സീനിയർ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ആകണമെന്ന് പറഞ്ഞാൽ അവൻ 6 മാസത്തെ അവധിയെടുത്ത് മാറുക. കാരണം നാട്ടുകാരന്റെ ചീത്തവിളി കേൾക്കാൻ. കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. ആ ഗവൺമെന്റിലെ ചീഫ് വിപ്പ് ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം പറയട്ടെ 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി കൊടുക്കും. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ 600 രൂപയാണ് കൊടുത്തത്. പക്ഷെ അന്ന് റേഷൻ കട വഴി ഞങ്ങൾ 1 രൂപയ്ക്ക് അരി ആളുകൾക്ക് കൊടുക്കുമായിരുന്നു, പാവപ്പെട്ടവന് കൊടുക്കുമായിരുന്നു. അന്ന് പൊതുമാർക്കറ്റിൽ അരിയുടെ വില 21 രൂപയുള്ളൂ. അന്ന് 600 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. ഞങ്ങൾ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയെന്ന് അന്നത്തെ ഞങ്ങളുടെ ചീഫ് വിപ്പ് ആയിരുന്ന PC ജോർജ് സാർ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം മറുപടി പറയട്ടെ. ഞാൻ ആ കാര്യം വിടുകയാണ്. അതുകൊണ്ട് ഇനി ക്ഷേമ പെൻഷന്റെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു, അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഹസ്കറെ, ഒരു നാട്ടിൽ ക്ഷേമ പെൻഷന്റെ എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ നാട് അധപ്പതിച്ചു എന്നുള്ളതാ. പെൻഷൻ മേടിക്കുന്ന, അതായത് ഈ അഗതികൾക്കുള്ള പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം 30 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷമായെന്ന് പറഞ്ഞാൽ അവന് വരുമാനം ഇല്ലാതായെന്നുള്ളതാ. അത് നാടിന്റെ പുരോഗതിയല്ല, നാടിന്റെ അധപ്പതനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്യുന്നത്. പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ വരുമാനം വർദ്ധിപ്പിക്കണം. നിങ്ങൾ കേരളം അടുത്ത 3 കൊല്ലത്തെ നിങ്ങളുടെ ഭരണം കൂടി കഴിയുമ്പോഴേക്കും പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം 1.5 കോടിയാവും. കാരണം വരുമാനമില്ലാതെ ജനങ്ങൾ തെണ്ടുന്നു, പക്ഷെ പെൻഷൻ കൊടുക്കാനില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അതാണ് അടുത്ത 25 കൊല്ലം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന കേരളം. ശൂന്യമായ ഖജനാവ്, ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനില്ലാത്ത സ്ഥിതിവിശേഷം, ഏതെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത KSRTCയുടെ ശമ്പളം കൊടുത്തിട്ട് എത്ര നാളായി KSRTCയുടെ ശമ്പളം കൊടുത്തിട്ട്? നിങ്ങൾ പറയുന്ന മറിയക്കുട്ടിക്ക് 105 മാസത്തെ ശമ്പളം കൊടുത്തു, അല്ല പെൻഷൻ കൊടുത്തു എന്നാ. മറിയക്കുട്ടി ആ പെൻഷൻ കൊണ്ട് മാത്രമാണ് സാർ ജീവിക്കുന്നത്. ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന മറിയക്കുട്ടിക്ക് 4 മാസത്തെ പെൻഷൻ കിട്ടാത്തപ്പോ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമേന്ദ്രൻ പറഞ്ഞ പോലെ അവർക്ക് അരി മേടിക്കാൻ പറ്റുന്നില്ല, അവർക്ക് മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല, അവരുടെ ദൈനംദിനമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ 12.5 ലക്ഷം രൂപ മെനിഞ്ഞാന്ന് KV തോമസിന് അനുവദിച്ചല്ലോ ഓണറേറിയമായിട്ട്. എന്താണ് സാർ ഇതിന്റെയൊക്കെ മാനദണ്ഡം? അപ്പോ ഗവൺമെന്റിന് ദൂർത്തടിക്കാൻ പണമുണ്ട്, KV തോമസുമാർക്ക് കൊടുക്കാൻ പണമുണ്ട്, മറിയക്കുട്ടിമാർക്ക് കൊടുക്കാൻ പണമില്ല, ഹെഡ് മാസ്റ്റർക്ക് ഉച്ചക്കഞ്ഞി വിതരണം കൊടുത്തതിന്റെ പണം കൊടുക്കാനില്ല, എന്താ പറഞ്ഞേ വണ്ടിയുടെ RC ബുക്ക് അടിക്കാനുള്ള അത് പൈസ മേടിക്കാനില്ല, KSRTCയിലെ ശമ്പളവും പെൻഷനും കൊടുക്കാനില്ല. ഇതുപോലെ മുടിഞ്ഞ് നരകിച്ച ഒരു കാലഘട്ടം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഹസ്കറെ. അതുകൊണ്ട് ഞങ്ങൾ ഹസ്കറോട് പറയുന്നു, കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ സൃഷ്ടിച്ച നിങ്ങൾ ആ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വക്താക്കളായി മാറുമ്പോൾ കാലവും ചരിത്രവും, പുതുക്കുടി പുഷ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഷിബുവും രാജനും എന്താ പറഞ്ഞ മധുവും അവരൊക്കെ റോഷനും ഒക്കെ മരിച്ചിട്ടുള്ളൂ. ജീവിച്ചിരിക്കുന്ന പുതുക്കുടി പുഷ്പന്റെ ആ ശാപവും നിങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്ഥിതിയിലേക്ക് ഈ കേരളത്തെ ഇതുപോലെ മുച്ചൂടും നശിപ്പിച്ച്